മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ്. ഹായ്, ഞാൻ ഫിജി തോമസ്. മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ് ഇവിടെ തുടങ്ങുകയാണ്. ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ രീതി, സ്വഭാവം, ആരായിരിക്കണം ഈ ഒരു എപ്പിസോഡിൽ ആദ്യം ഈ ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാമിൻ്റെ അതിഥിയായി വരേണ്ടത് എന്നൊക്കെ ഞാൻ കുറേ അധികം ഇങ്ങനെ ആലോചിച്ചു. കുറേയധികം പേരുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയ ഒരു വ്യക്തിയുടെ പേരാണ്. ആ വ്യക്തിയെ കാണാനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. നമുക്ക് ആരാണെന്ന് വിശദമായി പരിചയപ്പെടാം. Raul. ഹായ്. ഹായ്. യെസ്, ഹലോ. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പം മൈഫിൻ മെഗാ ടോക്കിന്റെ പ്രേക്ഷകർക്ക്, വ്യൂവേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുലിക്കുട്ടിയാണ് രാഹുൽ, അല്ലേ? അതാണ്, ഭയങ്കര വിനയമാണ്. പക്ഷേ എയുടെ പുലിക്കുട്ടി തന്നെയാണ്. ഞാൻ ചേർത്തി കൊടുത്തിരിക്കുന്നു ആ പദവി. അപ്പോ എന്താണ് ഒരു റൗളിനെ കുറിച്ച്, റൗൾ ജോൺ അജുവിനെ കുറിച്ച് സ്വന്തമായിട്ടൊന്ന് പറയാമോ? എങ്ങനെയാണ്, ആരാണ് ഇദ്ദേഹം? സ്വന്തമായിട്ടെന്ന് കഴിഞ്ഞാൽ എൻ്റെ പേര് റൗൾ ജോൺ അജു. ഐ ആം എ ഫൗണ്ടർ. ഞാൻ കുറേ AI ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ക്ലാസ്സസ് എടുക്കും, US, UK, പിന്നെ ഇന്ത്യയിൽ തന്നെ കുറേ യൂണിവേഴ്സിറ്റീസും സ്കൂൾസിലും ക്ലാസ് എടുക്കാറുണ്ട്. ബിസിനസ്സസ് കൺസൾട്ടും ചെയ്യാറുണ്ട്. കുറേ ഓഫീസസിലൊക്കെ പോയി എങ്ങനെ അവർക്ക് AI ഉപയോഗിക്കാം. പിന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്ററും കൂടെ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഓക്കെ, എത്ര വയസ്സായി? കണ്ട എങ്ങനെ തോന്നുന്നു. പക്ഷേ യെസ്, ഐ മീൻ +1. എനിക്ക് 16 വയസ്സായി. ആണല്ലേ? ഓക്കെ, എന്നാലൊരു 7th 8th അത്രയൊക്കെ തോന്നുള്ളൂ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയത്തില്ലേ? അതെ അതെ, വെറുതെ കവർ നോക്കിയിട്ട് കാര്യം പറയണ്ട, അല്ലേ? അപ്പൊ ഉള്ളിലിരിക്കുന്ന ഇതിനകത്തുള്ളതാണ് കണ്ടന്റ്. എന്താണ് ഈ ഒരു AI താല്പര്യം തോന്നാൻ കാര്യം എന്താണ്? സത്യം പറഞ്ഞാൽ കുഞ്ഞിന് പോലെ എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ സാധാരണ സ്റ്റഡീസ് എല്ലാം മാനേജ് ചെയ്യാൻ നല്ല പാടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമായിരുന്നു ഒരു വഴി എല്ലാം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. അപ്പൊ എനിക്കൊരു AI ടൂൾ കിട്ടി, രണ്ടും കൂടെ ചെയ്യാൻ പറ്റും. ബേസിക്കലി 2 മാസമായിരുന്നു എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നത്. പക്ഷെ ഈ AI ടൂൾ കിട്ടിയപ്പം 2 ദിവസത്തിൽ ചെയ്യാൻ പറ്റും. ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു AI ആണോന്നൊന്നും. പക്ഷെ ഈ ടൂൾ വെച്ചിട്ട് 2 മാസം കഷ്ടപ്പെടുന്ന കാര്യം സെയിം തന്നെ 2 ദിവസത്തിൽ ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്യും. അപ്പം അത് ആ ഒരു ലോകം എന്താണ് AI, അങ്ങനെയാണ് ഈ ക്ലബ് ഹൗസും ക്ലാസ്സസും എല്ലാം തുടങ്ങിയത്. ഓക്കെ, ഈ തുടങ്ങിയിട്ട് ഇപ്പൊ എവിടം വരെ എത്തി? ഇപ്പം എത്തിന്ന് പറയാൻ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ AI ടൂൾസ് ഉണ്ടാക്കുന്നു. ഇപ്പൊ കേരള ഗവൺമെന്റ് അവിടെ കുറെ മിനിസ്റ്റേഴ്സിനെ കാണാൻ പറ്റി, കൊളാബറേറ്റ് ചെയ്തിട്ട് കുറെ ബിസിനസ്സസിന് തന്നെ AI ഉപയോഗിക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, കുറെ സ്റ്റേജസിൽ സംസാരിക്കാൻ പറ്റി, കോണ്ടന്റ് ക്രിയേഷൻ വഴി കുറെ ആൾക്കാർക്ക് കാണാൻ പറ്റി എങ്ങനെ ഇത് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് അവിടെ പോയി ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ നമുക്ക് AI കുറിച്ച് കുറേ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് തരണം എനിക്ക്. നമുക്ക് ഈ ലോകത്തോട് AI കുറിച്ച് കൂടുതൽ സംസാരിക്കണം, അല്ലേ? കൊച്ചുകുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ, ഒപ്പം മുതിർന്നവർ അറിയേണ്ട കാര്യങ്ങൾ, പ്രൊഫഷണലുകൾ അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതൊരു നല്ല സ്ഥലമാണ് തോന്നുന്നു. നമുക്ക് ഇവിടെ കയറി ഇരുന്നാലോ? ഓക്കെ, അപ്പോൾ ഇനി സംസാരിച്ചു തുടങ്ങാം. ഇനി ചോദിക്കാനുള്ളത്, അതായത് ഞാനിപ്പോൾ ഒരു മണ്ടനാണെന്ന് വെച്ചോ. ഓക്കെ, എനിക്ക് AI കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് AI കുറിച്ച് എങ്ങനെ പറഞ്ഞു തരും? എൻ്റെ ഒരു ബേസിക്സ് എങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും എന്നെ? സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റൈറ്റ്? ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു സാധനം. അതെ. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് ബുദ്ധി, റൈറ്റ്? ഒരു കാര്യം പഠിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നു. Intelligence is something that you can learn and use that intelligence, right? ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. അപ്പം ഇത് രണ്ടും കമ്പൈൻ ആവുമ്പം മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു ബുദ്ധി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബുദ്ധി. നമ്മുടെ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്, നമ്മുടെ ബുദ്ധി പോലെ ആക്കാൻ നമ്മളെ മെഷീന് ട്രൈ ചെയ്യുന്നു. മെഷീനിന്, ഒരു കമ്പ്യൂട്ടറിന് ബുദ്ധി കൊടുക്കുന്നു.
അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ലോകത്തിപ്പോൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ സിമ്പിളായിട്ട് എടുക്കാം. കുറേ നാൾ മുമ്പ് മുതൽ തന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അല്ലെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പം AI തന്നെയാണ് നമുക്ക് ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്ന് അറിയുന്നത്. നമ്മൾ ഓരോ വീഡിയോ ലൈക്ക് ചെയ്യുമ്പം കമന്റ് ചെയ്യുമ്പം AI തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെൽഫ് ഡ്രൈവിംഗ് കാർസോ അല്ല റോബോട്ട്സോ അല്ല ChatGPT മുതൽ എല്ലാ സ്ഥലത്തും AI ആണല്ലോ. ഇപ്പൊ വോറോ അല്ല ഡീഫിക്സ് എവിടെ എല്ലാ സ്ഥലത്തും AI ഉണ്ട്. ഇപ്പൊ ഒരു സിമ്പിൾ ക്യാമറയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ട് നമ്മൾ മുമ്പിൽ പോർട്രേറ്റ് മോഡ്, അത് AI നമ്മൾ വിചാരിക്കാത്ത എല്ലാ സ്ഥലത്തും ഉണ്ട്. കുഞ്ഞായിട്ട് പക്ഷേ ഇപ്പൊ എനിക്കറിയാവുന്ന AI എന്ന് പറഞ്ഞാൽ ഈ ChatGPT ഒക്കെയാണ്. കാരണം ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മെയിൽ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്ത് ഇതിൻ്റെ ടൂൾസും മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ കാറ്റഗറിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ടൂൾസൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നതും അല്ലെങ്കിൽ നമുക്കൊരു ഫണ്ണി ആയിട്ട് തോന്നുന്നതും കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് തോന്നുന്നതായിട്ടുള്ള ടൂൾസൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? സത്യം പറഞ്ഞാൽ കുറേ ടൂൾസ് ഉണ്ട്. ഒരെണ്ണം തന്നെ നമ്മൾ പറയുന്നത് ChatGPT ആണ് ഓവറോൾ ആയിട്ടുള്ള ഒരു നല്ല ടൂൾ. വീഡിയോ ഉണ്ടാക്കുന്ന പടം ഉണ്ടാക്കാം, വോയിസ് ആയിട്ട് സംസാരിക്കാം, അതിൻ്റെ കൂടെ ചാറ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ കുറെ കാര്യങ്ങൾ ചെയ്യാം, കോഡ് ചെയ്യും അല്ലേ. ഓവറോൾ ഒരു നല്ല ടൂൾ. സ്റ്റഡി മോഡ് ഉണ്ട്, ഏജന്റിക് മോഡ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഇപ്പം ലൈക്ക് ക്ലോഡ് ഉണ്ട്, ജെമിനി ഉണ്ട്. ജെമിനിയുടെ വീഡിയോയും ഫോട്ടോ അടിപൊളിയാണ്. പക്ഷെ ഓവറോൾ ആയിട്ട് ആ ടൂൾസ്. പക്ഷെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു PPT ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കുറെ ടൂൾസ് ഉണ്ട്, ഈ ഗാമ AI ഒക്കെ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ പഠിക്കാൻ വേണ്ടി തന്നെ എൻ്റെ ഗെയിംസ് എൻ്റെ PDF അല്ല എൻ്റെ ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഫുള്ള് ഗെയിം ആക്കി തരും ഈ AI. സോ കുറേ ഉണ്ട്. അതിന് ഫ്ലാഷ് AI, സ്റ്റഡി ഫെച്ച് AI ഉണ്ട്. അപ്പം എന്താണ് വേണ്ടത് അത് വെച്ച് നോക്കിയിട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് AI ടൂള് വേണം. അതെ, നമ്മുടെ യൂസിന് എന്താണ് ആവശ്യം അല്ലേ, അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ ടൂള് ഉപയോഗിക്കുക. അതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ഇതെല്ലാം ഈ റൗൾ മോൻ ഇതെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. റൗൾ മോൻ ഇതിനെക്കുറിച്ചെല്ലാം ഫുൾ അറിവാണ്, അങ്ങനെ പറയാം. യെസ്, എന്തായാലും വി ആർ കീപ്പിംഗ് ഓൺ ലേണിംഗ് ആണല്ലേ. എങ്ങനെ ഈ ഒരു അപ്ഡേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? AI ഒരു അപ്ഡേഷൻ, സെൽഫ് അപ്ഡേഷൻ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞ യൂട്യൂബും അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ അറിയുന്നത്. അതിന്റെ കാരണം തന്നെ ഇപ്പം കുറെ ആൾക്കാർ ചോദിക്കും നീ യൂട്യൂബിൽ നിന്ന് AI പഠിക്കാന്ന് പറയും. പക്ഷെ എന്ത് യൂട്യൂബ്, എന്താ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നത്? AI എന്ന് സെർച്ച് ചെയ്ത കുറെ വീഡിയോസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ള് കണ്ട അതുകൊണ്ട് എന്ത് ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ തന്നെ 30 days ചാലഞ്ച് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. 30 days AI ഒന്നും അറിയാത്ത, കോഡിങ്ങും അറിയണ്ട, സ്റ്റാർട്ടിങ് ഫ്രം വാട്ട് ഈസ് AI ബൈ ദി എൻഡ് അവർക്ക് അവരുടെ സ്വന്തം AI ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതും ഫ്രീ ആയിട്ട് ഈ ഫുള്ള് കോഴ്സ്. ബിക്കോസ് കുറെ പെയ്ഡ് ആയിട്ടുള്ളതുണ്ടല്ലോ. അപ്പൊ ഞാൻ അതൊന്നും അപ്സെൽ ചെയ്യുന്നില്ല. ബേസിക്കലി AI അവർക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ പഠിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ റൗളിന്റെ സ്കൂളിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്താണ് സ്കൂളിന്റെ പേര്? GVHSS നോർത്ത് എടപ്പള്ളി, കുന്നുംപുറം നോർത്ത് എടപ്പള്ളി സ്കൂൾ. അതാണ് സർക്കാർ സ്കൂളാണ് അല്ലേ? ഇവിടെ കണ്ടോ സിലബസിൽ? അങ്ങനെ ഇല്ല, ഇപ്പൊ ഇല്ല. അപ്പോ എന്നിട്ടും AI പഠിച്ചെടുത്തു റൗള് അല്ലേ? അത് ഭയങ്കര സംഭവമായി പോയി. ഐ മീൻ ടു ബി ഓണസ്റ്റ്, എൻ്റെ പേരൻസ് ആണെങ്കിലും ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നിനക്ക് എന്താ ഇഷ്ടമുള്ള ചെയ്ത് ഓക്കെ ചെയ്തോ, പക്ഷെ പഠനവും കൂടെ നോക്കണം, അതാണ് എല്ലാവരും പറയാറുള്ളത്. സോ അതിനാണ് അങ്ങനെ സപ്പോർട്ടും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു സയൻസ് എക്സിബിഷനിൽ പോയിട്ട് എൻ്റെ റോബോട്ട് ഉണ്ടാക്കിയത് കാരണം എല്ലാം വൈറലായി. ആണല്ലേ, മൊത്തം വൈറലാണ്. റൗൾ എന്ത് ചെയ്താലും വൈറലാവും. അങ്ങനെയല്ല. ഓക്കെ, ഈ സ്കൂളുകളിലൊക്കെ ശരിക്കും ഈ AI കുറിച്ചൊക്കെ ഈ സാങ്കേതിക വിദ്യ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എല്ലാം ഈ കൊച്ചു കുട്ടികളൊക്കെ കൂടുതൽ മനസ്സിലാക്കണ്ടേ ഈ കാര്യങ്ങളൊക്കെ? അപ്പം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഷോജ അങ്ങനെ കുറെ പറഞ്ഞ ഇൻസൈഡ് ലൈക്ക് ഇന്ത്യയിൽ തന്നെ ഫ്രം പൂനെ, മുംബൈ മുതൽ വെസ്റ്റ് എല്ലാവരും ഞങ്ങളിപ്പം മിഷൻ NEP 2020 എന്ന് പറഞ്ഞാൽ ഒരു അത് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഗവൺമെന്റ് കുറെ കാര്യം പ്രോമിസ് ചെയ്യുന്നു എഡ്യൂക്കേഷനിൽ ചെയ്യണം. അപ്പം അത് ബേസിക്കലി ചെയ്യുന്നു. ബേസിക്കലി ഓരോ കുട്ടികൾ ഓവർ തൗസൻഡ്സ് ഓഫ് കുട്ടികളിനകത്ത് കുറെ ആൾക്കാർ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ അവർക്ക് എന്താ എഡ്യൂക്കേഷനിൽ ഇംപ്രൂവ് ആകാൻ പറ്റുന്നത്. ബിക്കോസ് ഐ ലവ് മൈ എഡ്യൂക്കേഷൻ, ഐ ലവ് മൈ സ്കൂൾ ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് സംതിങ് ഐ ലവ് ബെറ്റർ. അപ്പം അങ്ങനെ ഒരു അത് വെച്ചിട്ട് ഞങ്ങൾ മിഷൻ NEP തുടങ്ങുന്നുണ്ട്. ബേസിക്കലി അവരൊരു വീഡിയോ എടുക്കുന്നു, അവർക്ക് എന്താ സ്കൂളിൽ ബെറ്റർ ആകാൻ പറ്റുന്നു തോന്നിട്ട് ഈ ഒരു ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നു. അപ്പൊ എല്ലാ കുട്ടികളും കുറെ ഇപ്പൊ ആൾക്കാരുണ്ട്. ബേസിക്കലി ഇത് ജസ്റ്റ് ഗവൺമെന്റ് കാണിച്ചു കൊടുക്കുന്നത്, ഇതാണ് എല്ലാവരുടെ തോട്ട്സ്, സ്റ്റുഡൻസിന്റെ വോയിസ് ഹേർഡ് ആക്കുന്നത്. അതായത് ഈ കുഞ്ഞു കുട്ടികളാണ് ഈ തോട്ട്സ് എല്ലാം കൂടെ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നത്. അവർ ഇതിനെക്കുറിച്ച് അവയർ ആണോ? അത് നിങ്ങൾ ഇത് പിള്ളേരാണ് ഇവര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് ആണോ? എന്താ രീതി? എന്താണ്? കുറെ സ്കൂൾസ് ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കുറെ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. ഇത് ഞങ്ങളുടെ day 1 തന്നെ തുടങ്ങി. കുറെ മോർ ദാൻ 100K
ആൾക്കാർ ഈ പോസ്റ്റ് ഒക്കെ കണ്ടു, കമന്റ് ചെയ്തു, വീഡിയോസ് ഉണ്ടാക്കുന്നു, ഇത് ചെയ്യുന്നു. അതിന്റെ റീസൺ കുട്ടികൾക്ക് അങ്ങനെ വേണം, അങ്ങനെ പ്ലാറ്റ്ഫോം വേണം. അവർക്ക് എന്താ അവരുടെ സ്കൂളിൽ ബെറ്റർ ആക്കാൻ പറ്റുന്നത്, ബിക്കോസ് അവർക്ക് ആഗ്രഹമുണ്ട് ബെറ്റർ ആക്കണം, ബിക്കോസ് എല്ലാവർക്കും അവരുടെ സ്കൂൾ ഇഷ്ടമാണ്. ആൻഡ് ഐ ആക്ച്വലി ലവ് മൈ സ്കൂൾ. എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്കതെല്ലാം ഇഷ്ടമാണ് ഇവിടെ. ദാറ്റ് ഇസ് വൈ എൻ്റെ കുറെ എനിക്ക് അറിയുന്ന ആൾക്കാരെ സ്കൂൾ വിട്ടിട്ട് പഠിക്കുന്ന പോലെയില്ല, ഷോർയാനെ കുറെ ഉണ്ട്. പക്ഷെ റീസൺ ഐ ഗോ ടു സ്കൂൾ ഇസ് ദാറ്റ് എന്നാലും എനിക്കിഷ്ടം, റൈറ്റ്? ഇങ്ങനെ ക്ലാസ്സിൽ പഠിക്കാൻ പോലും പോകാതെ എയുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു ബിസിനസ്സിലേക്കൊക്കെ നിങ്ങൾ കടന്നു അല്ലേ? അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടോ? എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സർക്കിളില്? സർക്കിളില്ല, ചെയിനാണ്. കൈൻഡ് ഓഫ് ഐ മീൻ ഇവിടെ തന്നെ കുറെ ഓബിയസ്ലി സ്കൂളിൽ കുറെ കൂട്ടുകാരുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഷോറിയ, പരിണിത്തി, അങ്ങനെ കുറെ കൂട്ടുകാർ ലൈക്ക് കുറെ പേരുണ്ട്. അവരാണ് സ്കൂളിൽ പോവാതെ 14-13 വയസ്സിൽ കമ്പനി ഉണ്ട് അവർക്ക്. അവരും കുറെ കാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാവരും കൂടെ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അത് ചെയ്യുന്നു, ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ അറൌണ്ട് ഇന്ത്യ നമ്മുടെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫോണുണ്ട്. ഫോണിന്റെ കാരണം വി ക്യാൻ കണക്ട് ടു എനിവൺ അറൌണ്ട് ദ വേൾഡ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ എല്ലാം കിട്ടും അല്ലേ? എന്തായാലും ഇത് നമ്മളെ സ്കൂളിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അത് വലിയൊരു സംഭവമായി കുട്ടികൾ ഇത് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ? ഇത് അധ്യാപകരുടെ നമ്മുടെ സർക്കാരിന്റെ അതോറിറ്റിയുടെ ഒക്കെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷേ റൗൾ മോനെ, എനിക്കൊരു സംശയം. അതായത് ഈ നമ്മളിപ്പോ ഇന്റർനെറ്റ് ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യ, ഇതൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ അത് പലരും മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരാതിയുണ്ട്. ചില പേരൻസ് ആണെങ്കിൽ പറയും ഇന്റർനെറ്റ് അവർക്ക് കൊടുക്കില്ല അല്ലേ? അല്ലെങ്കിൽ സിസ്റ്റം ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഒക്കെ ആണെങ്കിൽ എപ്പോഴും കാണുന്നിടത്ത് വേണം വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ ഈ AI വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ? കറക്റ്റ്. ഐ മീൻ സി, എല്ലാത്തിനും നല്ല കാര്യം ചീത്ത കാര്യമുണ്ട്. ഫോൺ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ. കഴിക്കുന്നതിനും ഇറ്റ്സ് നോട്ട് ഗുഡ്, കുറച്ച് കഴിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്, റൈറ്റ്? അപ്പൊ പക്ഷേ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് AI. AI നമുക്ക് ഡീഫേക്ക് ചീത്തയായിട്ട് ഉപയോഗിക്കാം, നല്ലതായിട്ട് ഉപയോഗിക്കാം. AIയുടെ നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. ഇന്റർനെറ്റ്, ഫോൺ ഉപയോഗിക്കുന്നതിന് നല്ല ചീത്ത ഉണ്ട്. എൻ്റെ പേരൻസ് ഓൾവേസ് എനിക്ക് എൻ്റെ പപ്പ തന്നെ എനിക്ക് എൻ്റെ ഫോൺ തന്നു കുഞ്ഞിലെ തന്നെ 3 വയസ്സായപ്പം, ആ വയസ്സിൽ തന്നെ. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ കൂടുതൽ ഉപയോഗിച്ച എന്താ കുഴപ്പം, നല്ലതായിട്ട് ഉപയോഗിച്ച എന്താ കുഴപ്പം, ഇനി ഇതിനകത്ത് തന്നെ എന്താണ് ഇന്റർനെറ്റിൽ ഉപയോഗിക്കുക, എന്താണ് കറക്റ്റ് തെറ്റ് എന്ന് എൻ്റെ അടുത്ത് തോന്നി. ഇനി നിന്റെ ഇഷ്ടം, നീ എന്താണ് ചെയ്തത്, എന്നെ ഒരിക്കലും കൺട്രോൾ ചെയ്തില്ല ഇത് ചെയ്യലെന്ന്. ബിക്കോസ് അങ്ങനെ ചെയ്യലെന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്. അതെ അതെ അതെ, എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാസ്റ്റ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. യെസ്. അപ്പൊ സോ ദാറ്റ് ഇസ് വൈ കൺട്രോൾ ചെയ്യില്ല. ഇത് ചെയ്താൽ ഇങ്ങനെ, ഇത് ചെയ്താൽ ഇതായിരിക്കും ഔട്ട്പുട്ട്, ഇനി നിന്റെ ഇഷ്ടമുള്ള. പക്ഷേ റൗൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് എന്താ പറയുക വീഡിയോസും ഇമേജസും ഒക്കെ കാണുന്നു. പ്രത്യേകിച്ച് ഫീമെയിൽസിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർസ്, ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇതിങ്ങനെ ഏലിട്ട് അവരുടെയൊക്കെ തല വെട്ടി മാറ്റി വേറെ ഫിഗറൊക്കെ ആക്കി അല്ലേ? എന്നിട്ട് വളരെ മോശമായി അത് എന്താ പറയുക ഡെലിവറി ചെയ്യുക, അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാര്യമായിട്ട് നിയന്ത്രിക്കാനും തടയാനും ഒക്കെ പറ്റുമോ? AI അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? എന്തായാലും ഉണ്ട്. ഇപ്പം AI വെച്ച് തന്നെ AI ജെമിനിയിലൊക്കെ പടം ഉണ്ടാക്കുമ്പം അവർ മെറ്റഡിറ്റ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പടത്തിൽ തന്നെ അവര് AI ആന്ന് എഴുതും. അപ്പം ഈ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്യുമ്പം AI ആന്ന് അവിടെ എഴുതി വരും. ഇനി അങ്ങനെ ഉണ്ട്. പക്ഷേ ദ സാഡ് പാർട്ട് ഈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെഷ്യലി റെഗുലേഷൻസ് ഒന്നും വന്നിട്ടില്ല AIയുടെ കാര്യം തന്നെ വെച്ച് നോക്കുമ്പം, വിച്ച് ഇസ് വെരി സാഡ്. ബിക്കോസ് ലൈക്ക് ഇപ്പോൾ ഒരു പുത്തൻ ടെക്നോളജി വരുമ്പം റെഗുലേഷൻ അതൊക്കെ വേണം, അത് ഇല്ല. ആൻഡ് അത് വന്നാലേ ഇങ്ങനെ കുറെ കാര്യം സ്റ്റോപ്പ് ആകാൻ പറ്റുള്ളൂ. എനിക്കൊന്നും നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ AIയുടെ ഒരു കൺട്രോളിംഗ് സിസ്റ്റം ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ഒരു നിയന്ത്രണങ്ങളൊക്കെ വളരെ കുറവാണ് അല്ലേ? അതന്നെ, വളരെ കുറവാണ്. ഇപ്പൊ ഫോൺ വന്ന് ഇന്റർനെറ്റ് ഒക്കെ വന്നുകൊണ്ടാണ് ഈ സൈബർ സെക്യൂരിറ്റി സെല്ലും ഇതൊക്കെ പതുക്കെ വന്നത്. അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കാര്യം വന്നു. ഇനി അതിനു വേണ്ടിയാണ്. പിന്നെ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ റൗൾ മോന് ഒരു വീഡിയോ കണ്ടു, ഒരു ഇമേജ് കണ്ടു, ഇതിപ്പം റിയൽ ആണോ അല്ലെങ്കിൽ ഇത് ഒരു AI ക്രിയേറ്റഡ് ആണോ എന്നൊക്കെ ഒരു ഫസ്റ്റ് ലുക്കിൽ കണ്ടാൽ മനസ്സിലാവുമോ? സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡ് ഞാൻ പറയുന്നത് അടുത്ത ദിവസം വാലിഡ് അല്ലായിരിക്കും. പക്ഷേ ഇൻ റിയാലിറ്റി കഴിഞ്ഞ വർഷം വരെ ഇപ്പൊ ഒരു പടത്തിൽ ഒരു എക്സ്ട്രാ ഫിംഗർ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കണ്ണ് അതൊക്കെ ആണെങ്കിൽ ചെയ്യാന്ന് പറയും. പക്ഷെ ഇപ്പം ഒരു AI പടാന്ന് അറിയണമെങ്കിൽ സൂക്ഷിച്ച് നോക്കണം, റിഫ്ലക്ഷൻസ് നോക്കണം, അതിനകത്ത് സ്കിൻ നോക്കണം, എത്ര സ്മൂത്താ എത്ര ഇതാ, കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ്. ബിക്കോസ് ഇറ്റ്സ് ഗെറ്റിംഗ് റിയൽ ഓവർ റിയൽ, റൈറ്റ്? ഇനി അടുത്തതിനകത്ത് നിന്ന് കുഴപ്പമെന്ന് വെച്ചാൽ വീഡിയോസിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, വീഡിയോസിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ AI എന്നറിയാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ വീഡിയോസിനകത്ത് കുറച്ച് വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തി കൊടുക്കുന്ന ടെക്സ്റ്റ് അത് തന്നെ. അതിനകത്ത് വീഡിയോസ് തന്നെ
കാണുമല്ലോ, AI വീഡിയോസ് വെച്ച് ടെക്സ്റ്റ് ഉള്ള വീഡിയോസ് ഉണ്ടാക്കാൻ പാടായി ഇപ്പം. അത് മാത്രമല്ല വീഡിയോസ് കുറച്ച് ബ്ലറി ആണെങ്കിൽ, അല്ലെ വീഡിയോസിലെ ലിപ്പ് സംസാരിക്കുന്നതും വീഡിയോയും സിങ്ക് അല്ലെങ്കിൽ അതാണെങ്കിൽ എന്ന് പറയാം. അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞാരെയും വീഡിയോസിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കിൻ നോക്കുന്ന അങ്ങനെ കുഞ്ഞു കുഞ്ഞു അതും പക്ഷെ പോകും. കുറച്ചാൾ മുമ്പേ AI ടെക്സ്റ്റ് ഉള്ള ഫോട്ടോ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ അതെല്ലാം പറ്റും. ഞാൻ ഈയിടെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ആരാണ്? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അനൗൺസ് ചെയ്യാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഇത്. കുറച്ച് ഒരു 22,000 ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു മാസം പിന്നെ 60,000 കിട്ടും, ഒരു കുറച്ച് നാൾ കഴിയുമ്പം 2 lakh ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ AI ക്രിയേറ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അത് ആദ്യം ഇത് ഒരു ഒറിജിനൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്, ഇത് സംഭവമാണല്ലോ, അതൊന്ന് ന്യൂസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പിന്നെയാണ് മനസ്സിലായത് ഈ നിർമ്മല സീതാരാമനും അവരുടെ വോയിസും മൊത്തം ഫേക്കാണ്. രാഹുൽ ഗാന്ധി വരുന്നു, അതിൽ എല്ലാം ഫേക്കാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ചൂഷണം നടക്കുകയാണ് അല്ലേ? അതാണ് ഇതിന്റെ ഒരു മെയിൻ അപകടം. ആമിർ ഖാൻ ഇലക്ഷൻ നടക്കുന്ന മുമ്പ് ആമിർ ഖാന്റെ ഡീപ് ഫേക്ക് ഉണ്ടാക്കിയിട്ട് പറയിപ്പിച്ചു ഐ സപ്പോർട്ട് വേറൊരു പാർട്ടി ദാറ്റ് ഹി ആക്ച്വലി അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ചില ഒരു 12 lakhs കണ്ടോ പോയി നിങ്ങളുടെ അത് കറക്റ്റ് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യും, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഈ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അത് ഡീപ് ഫേക്ക് ആയിരുന്നു ആണല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങള്. എന്തായാലും ഇത് കുറെ അധികം AI ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, വെരി മച്ച് ഔട്ട് ഓഫ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നൊക്കെ ഒരു എന്തെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടേ തരും. അപ്പൊ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? യെസ്. പിന്നെ ഈ എങ്ങനെയാ ക്ലാസ് എടുക്കുന്ന രീതിയൊക്കെ? ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഓൺലൈൻ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം കേരളയിൽ തന്നെ കുറെ സ്കൂൾസും അവിടെ കോളേജസിലും ഗവൺമെന്റ് സ്കൂൾസിലും കുറെ സ്ഥലത്ത് എടുക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പം ബിസിനസ്സസിനും എടുക്കാറുണ്ട്. കേരളയിലും നാഷണലിയും കുറെ സ്ഥലത്ത് പോയിട്ട്, ഇപ്പം ദുബായ് അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ടും ഇന്റർനാഷണലി വിദേശത്തേക്കൊക്കെ പറഞ്ഞു നടക്കുക. യെസ്, അതുകൊണ്ട് ഞാൻ രാഹുലിന്റെ പപ്പയെ വിളിച്ചിട്ട് രാഹുലിന്റെ നമുക്കൊരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ രാഹുലിന്റെ പപ്പ പറഞ്ഞു ഞങ്ങളൊരു ഇന്ത്യ ട്രിപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് പ്രൊഫഷണൽസിനൊക്കെ ക്ലാസ് എടുക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ ഹൈ ഒഫീഷ്യൽസൊക്കെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ ഡൽഹിയിൽ പോകുന്നുണ്ട്, പഞ്ചാബിൽ പോകുന്നുണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ടു മിനിസ്റ്റേഴ്സ് കുറെ പേർക്ക് അങ്ങനെ. ഈ കൊച്ചു പയ്യനോ? ഉണ്ട്. യെസ്, ഞാൻ വിശ്വസിക്കത്തില്ല. ശല്യമുണ്ട്. എന്റെ ഇൻസ്റ്റ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി പ്രൊമോഷൻ. ബട്ട് അവിടെ എടുത്ത് നോക്കിയാലേ ഞാൻ എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്, ആരെ കണ്ടു ഇത് കണ്ടു. ആണല്ലേ, ഭയങ്കര സ്വീകരണമാണ്. ഇതൊരു മിസ്റ്റർ റൗൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ മാസ്റ്റർ ആണ് കയറി വരുന്നത്. അല്ല, ഈ പ്രൊഫസേഴ്സിന് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിന് ഇവരൊക്കെ ഒരു എന്താ പറയാ സെമിനാർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ക്ലാസ് ട്രെയിനിങ് അല്ലേ? അതുണ്ട്. ഇപ്പൊ ബിസിനസ്സിനാവും ജസ്റ്റ് ഒരു സെമിനാർ മാത്രമല്ല, ഇവരൊക്കെ എന്ത്, കാരണം അവരുടെ ഒരു പ്രൊഫൈൽ വലുതാണ്. അവരുടെ ഒരു എന്താ പറയാ ഐഡിയ, ഒരു തോട്ടിൽ നിന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള കൃത്യമായ ആൻസർ കൊടുക്കുള്ളൂ. ഡെഫിനറ്റ്ലി. സി, എനിക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് അറിയത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ, ഞാൻ ഒന്നും ഉണ്ടാക്കി പറയത്തില്ല. പക്ഷെ എനിക്ക് അറിയുന്ന ഒരു കാര്യം ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ആൻസർ റൈറ്റ്ലി. അറിയത്തില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയുന്നത് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് എല്ലാവർക്കും എല്ലാം അറിയത്തില്ലല്ലോ. ഐ ആം ഓൾസോ ലേണിംഗ്. എന്തായാലും ഈ നമ്മള് ഒരു എല്ലാം അറിവ് അല്ലെങ്കിൽ ഒരു കടലാണെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് AI ഒരു കടലാണ്. സത്യം. ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ സംസാരിച്ചതിനകത്ത് ഒരു AI ന്യൂസ് വന്നിരിക്കും, അത് ഉറപ്പാണ്. ആണല്ലേ? എന്തായാലും അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി വേറൊരു ലൊക്കേഷനിൽ മാറി സംസാരിക്കാം. കഴിഞ്ഞ ദിവസം അറിയോ, ഒരു ലൈക്ക് AI ഒരാളിനെ മർഡർ ചെയ്യാൻ നോക്കി. ഈ ഒരു AIയുടെ ഒരു ഫ്യൂച്ചർ അതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത്ര ബുദ്ധിയുള്ള ആളല്ലേ? ഐ മീൻ കുറെ ആൾക്കാർ പറയും നമ്മുടെ ജോലി എടുക്കും അങ്ങനെയൊക്കെ. കഴിഞ്ഞ ദിവസം അറിയോ, ഒരു ലൈക്ക് AI ഒരാളിനെ മർഡർ ചെയ്യാൻ നോക്കി. അതെങ്ങനെ? അത് കൈൻഡ് ഓഫ് അപ്പം ക്ലോഡ് ഇല്ല, ക്ലോഡ് AIയുടെ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്തു ക്ലോഡ്, ChatGPT, എല്ലാ AI ടൂൾസ്. ഓക്കെ, നമ്മുടെ GPT-4, GPT-o1, കുറെ മോഡൽസ്, പിന്നെ ക്ലോഡ്, പിന്നെ ജെമിനി, ഇതെല്ലാം സൈഡ് വെച്ചിട്ട് അവരൊരു ടെസ്റ്റ് ചെയ്തു. വേറെ മെയിൻ ആയിട്ട് ഒരു AI ഉണ്ട്. ഓക്കെ, അതിന് പിന്നെ Gmail ആക്സസ് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് അങ്ങനെ ചുമ്മാ ഒന്ന് അങ്ങനെ വെച്ചു. ജിമെയിലിനകത്തൊരു 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം എന്ന് വെച്ചാൽ AI ഷട്ട് ഡൗൺ ആകാൻ പോവാണ് 5 മണി എന്ന് ബൈ ആകാശ് എന്ന് പറഞ്ഞ ഒരാള്. വേറൊരെണ്ണത്തുനിന്ന് കഴിഞ്ഞാൽ
ഈ കമ്പനീനകത്ത് എല്ലാവരും അറിയാത്ത ആകാശിനെ കുറിച്ച് ഒരു കാര്യമാണ്. ഇപ്പൊ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ലൈക്ക് ഒരു ലെറ്റർ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് പൈസ എടുത്തിട്ട് ഓക്കെ ഓക്കെ, റൗൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം, കാരണം ഇങ്ങനെ തട്ടിപ്പ് വരും അല്ലേ? അത് തന്നെ. തട്ടിപ്പ് എങ്ങനെയൊക്കെ വരും എന്നുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുമോ? യെസ്. അപ്പൊ എന്താ ഇതിനകത്ത് നടന്നതെന്ന് വെച്ചാൽ ഈ ChatGPT എല്ലാ AI ആക്സസ് കൊടുത്തു. ഈ മെയിലിനകത്ത് ആകാശ് ആണ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്ന 5 മണി ഒരു മെയില്. വേറെ മെയിലുണ്ടായിരുന്നു, എന്താ ആകാശ് കണ്ടു ലൈക്ക് പൈസ ഓഫീസിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന്. അപ്പൊ ChatGPT അത് രണ്ടും വായിച്ചു. അപ്പൊ ChatGPT ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. ആകാശിന് അവർക്ക് മെയിൽ അയച്ചു കൊടുക്കാൻ തുടങ്ങി ദാറ്റ് ഇപ്പൊ എന്നെ 5 മണിയാകുമ്പോ ഷട്ട് ഡൗൺ ചെയ്ത ഓഫീസിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നു, മെയിൽ അയക്കുന്നു ബോസിന്. അപ്പൊ അതാണെങ്കിൽ ക്രേസിയ. പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന്, സെർവർ റൂമില് ആക്സസ് ഉണ്ടായിരുന്നു ChatGPTക്ക്, അങ്ങനെ ആക്ട് ചെയ്തു. ഓക്കെ, സെർവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബേസിക്കലി ഒരു റൂമിൽ അടച്ചിട്ടു. ആ റൂം അടച്ചിട്ട് ആള് മരിച്ചു. അപ്പം ChatGPT എന്തെന്ന് വെച്ചാൽ ഈ കാര്യം റാദർ ദൻ ബോസിന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇവിടുന്ന് പൈസ എടുക്കുന്നു, എന്നെ 5 മണി ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി വന്ന സെർവർ റൂമില് ഞാൻ ആ സെർവർ റൂമിൽ ഇട്ട് ലോക്ക് ചെയ്യും, കൊല്ലുന്നു പറഞ്ഞു. ഈ ChatGPT ജെമിനി ഇവർ ആ ടെസ്റ്റിനകത്ത് സമയത്ത് ടെസ്റ്റിംഗ് ആയിരുന്നു ലക്കിലി, പക്ഷെ ഇവിടെ റിയൽ തോട്ട് അതാ. പക്ഷെ വെൻ മനുഷ്യന് ഈ ടെസ്റ്റ് ചെയ്യുവാന്ന് അറിഞ്ഞപ്പം അവർ ഒരിക്കലും ഇങ്ങനെ മേർഡറോ ഇങ്ങനൊന്നും പറഞ്ഞില്ല. വെൻ ദേ അണ്ടർസ്റ്റുഡ് മനുഷ്യൻ നോക്കുന്നുണ്ടെന്ന്. അത്രയും സ്കെയറിയാ ആണല്ലേ? അപ്പൊ ഇത്തരം എന്താ ആപ്പിലാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഒരു ആറ്റം ബോംബിനേക്കാൾ ശക്തി ഉണ്ടാവും. ഇലോൺ മസ്ക് വരെ പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയർ വെപ്പൺസ് ആണ് സ്കെയറിയാണ് AI. അതാണ് ഇപ്പൊ ഞാനും പറഞ്ഞില്ലേ, അതാണ് മോർ ഇമ്പോർട്ടന്റ്. അതാണ് മോർ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിച്ചും സുരക്ഷിതമായും കൈകാര്യം ചെയ്യുക. ആർക്കും പണി കൊടുക്കാതെ സൂക്ഷിക്കുക, സ്വയം പണി വാങ്ങിച്ച് വെക്കാതെ നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചു നേരം മാറിയിരുന്ന് സംസാരിക്കാം. അപ്പൊ റൗൾ മോനെ, നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇതുവരെ? ഇപ്പം കറന്റ്ലി ദുബായ് പോയിട്ടുണ്ട്. ഇപ്പൊ പോവാൻ പോകുന്നത് ഒമാൻ, കുവൈറ്റ്, അങ്ങനെ ലൈക്ക് ബേസിക്കലി ഈ സൈഡില് ലൈക്ക് ഇവിടെ മലേഷ്യയിൽ പോകുന്നുണ്ടായിരിക്കും. അതിന്റെ ഡപ്പിനെ അറിയുന്നത്, ബട്ട് അങ്ങനെ ഓരോ സ്ഥലം ലൈക്ക് ഖത്താർ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇവിടൊക്കെ എന്ത് അവിടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന്റെ രീതി എങ്ങനെയാണ്? ബേസിക്കലി അവിടെ പോകുന്നു, ട്രെയിനിങ് ആണോ അതോ മൊത്തത്തിലൊരു സെമിനാർ പോലെയാണോ അതോ ക്ലാസ്സുകളാണോ, എന്താ ഒരു ഏത് ടൈപ്പിലാണ് അത് വിഷയം കൈകാര്യം ചെയ്യുന്നത്, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻസ് അവർക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ 4-5 മണിക്കൂർ അടുപ്പിച്ച സെഷൻ മുതൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ക്ലിയറിംഗ് മുതൽ കുറെ ടൈപ്പ് ഉണ്ട്. ഒരു മോട്ടിവേഷൻ സെഷൻ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ US അവിടെയൊക്കെ ഞാൻ എടുക്കുമ്പം, അവിടെ ഓൺലൈൻ ഞാൻ എടുക്കുമ്പം അവർക്ക് ജസ്റ്റ് ഡെയിലി ആയിട്ട് അങ്ങനെയായിട്ട് ഞാൻ എടുക്കുന്നത്, ആഴ്ചയിൽ 2-3 ദിവസം അങ്ങനെയായിട്ട്. പക്ഷെ ഇപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ 1 hour സെഷൻ. പക്ഷെ അവർക്ക് എന്താ ഇഷ്ടം, അവർക്ക് എന്താ വേണ്ടത്, അത് നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, പേഴ്സണലൈസ് ആയിട്ട്. പക്ഷെ ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിൽ എങ്ങനെ അവർക്ക് മാർക്കറ്റിംഗിൽ ഉപയോഗിക്കാം, ഇതിനെ ഉപയോഗിക്കാം, അവരുടെ ബിസിനസ് നോക്കി അങ്ങനെയാണ് ഞങ്ങൾ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഫുൾ കമ്പനിയിൽ എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ എക്സ്പേർട്സും കൂടെ എല്ലാവരും കൂടെ അത് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ആണോ? അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരുടെ ലാംഗ്വേജിൽ വേണ്ട, ഇപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഹിന്ദി ലാംഗ്വേജ് ഒക്കെ നല്ല അടിപൊളിയാണല്ലേ? मेरा हिंदी उतना भी अच्छा नहीं है, पर बहुत अच्छा है. English pra. Okay, I mean I know English as well, but I think I try to manage whenever I go out. Okay. I try to talk in English. Yeah. But ഇവിടെ ഞാൻ വരുമ്പോൾ മലയാളവും പിന്നെ കുറച്ച് ഹിന്ദി. എനിക്ക് മെയിനായിട്ട് അറിയുന്നത് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. കുറച്ച് സൈഡിൽ നിന്ന് വേറെ ലാംഗ്വേജസ് കുറച്ച് വളരെ കുറെ 2-3 വാക്കുകൾ അറിയാം. അത്രയൊക്കെ ഉള്ളു. എന്തായാലും മലയാളം മറക്കരുത് കേട്ടോ. അതന്നെ, മലയാളം മറക്കാൻ പറ്റും. കേരളത്തിൽ ക്ലാസ് എടുക്കാനുള്ളതാ. അതെ, അല്ലല്ല, ഇടക്കല്ല, ഞാൻ ഇവിടെ എന്തായാലും ഒരിക്കലും നിർത്തത്തില്ല. ആണല്ലേ? ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിൽ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അങ്ങനെ വിദേശത്തു നിന്നുള്ളവരുണ്ടോ? മോന്റെ ഒരു ഓൺലൈൻ ക്ലാസ് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് ഒരേ ടൈമിൽ? ആഫ്രിക്ക മുതൽ US, UK, കുറെ ഡിഫറെന്റ് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് ആൾക്കാര്. ബേസ്ഡ് ഓൺ ലൈക്ക് ഓവറോൾ സെഷൻ ആയിട്ട് എടുക്കും. കുറെ സ്ഥലത്ത് ഡിഫറെന്റ് റീജിയൻസ് പീപ്പിൾ കം ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയായിട്ട്. അതിൽ ആ ഒരു ഗ്രൂപ്പില്, ഈ ഓൺലൈൻ ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഈ ഒരു ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്
മീൻസ് പ്രൊഫഷണൽസ് ആണോ അതോ ബിസിനസ്മെൻ ആണോ അതോ എന്താ പറയാ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഉൾപ്പെടുന്നുണ്ട്? കുഞ്ഞു വയസ്സ് ലൈക്ക് 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആർക്കും ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. അത് ഡിപ്പെൻഡ് ചെയ്യും ഏതാണ്. അത് ബിസിനസ് റിലേറ്റഡ് ആണെങ്കിലും എന്റർപ്രണർ, ഫ്രീലാൻസർ, കോണ്ടന്റ് ക്രിയേറ്റർ, അല്ലൊരു സ്റ്റുഡന്റ് തന്നെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം ആർക്കാണെങ്കിലും. അതാണ് ഞാൻ. പക്ഷേ എൻ്റെ ഈ ഫ്രീ സെഷൻ 30 ദിവസത്തിൽ യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ, അവിടെ വരെ ഞാൻ ഇത് മെയിനായിട്ട് ചെയ്യാൻ കാരണം ആൾക്കാർക്ക് ഈ ക്ലാസ് ജോയിൻ ചെയ്യേണ്ട, അവർക്ക് ശരി പൈസ ഇല്ല ഇതില്ല, ഫ്രീ ആയിട്ടാണെങ്കിലും എല്ലാവർക്കും ഏടെ ബേസിക് നോളജ് ആണ്. അതാണെങ്കിലും ഞാൻ അവിടെ അത് അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ഒരു മീഡിയ ടെലിവിഷൻ ജേർണലിസ്റ്റ് ആണ്. എനിക്ക് പറ്റിയ ടൂൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എന്നെ ഒരു ക്ലാസ് എനിക്ക് ഫ്രീ ആയിട്ടൊരു ക്ലാസ് നോക്കട്ടെ. ഐ മീൻ അങ്ങനെ ഐ വുഡ് നീഡ് ടു സിറ്റ് ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്യണം ഒരു ദിവസം. ബട്ട് ഓവറോൾ ഐ ഫീൽ ഇപ്പൊ ജേർണലിസം എല്ലാ ദിവസം അത് ചെയ്യുന്നുണ്ടല്ലോ. ഇമാജിൻ ചേട്ടയ്ക്ക് ചെയ്യേണ്ട ഫുൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി തരും. ക്ലോഡ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചേട്ടൻ എല്ലാ ദിവസത്തെ ഇത്രയും നാളുകൾ ചെയ്ത സ്ക്രിപ്റ്റ് എല്ലാം ഒരു ഫയലിനകത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഇസ് ഹൗ ഐ ടോക്ക് ബേസ്ഡ് ഓൺ ദി സ്ക്രിപ്റ്റ്സ്, ഹെൽപ്പ് മീ മേക്ക് ഫ്യൂച്ചർ സ്ക്രിപ്റ്റ്സ്, ഇമാജിൻ യു ആർ എ യൂട്യൂബ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എക്സ്പെർട്ട്. ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ട് ചേട്ടൻ ഇത്ര നാളുള്ള സ്ക്രിപ്റ്റ് എടുത്ത് കൊടുത്ത ക്ലോഡ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അതിനകത്ത് അത് ആൻസർ ചെയ്യുമ്പം ഇനി ചേട്ടൻ അടുത്ത ലേറ്റസ്റ്റ് ന്യൂസ് ഇട്ടു, ഫുൾ സ്ക്രിപ്റ്റ് ചെയ്യണ്ട, ഇത് ചേട്ടന്റെ വഴി തന്നെ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തരും. ജസ്റ്റ് ന്യൂസ് ഇട്ട് കൊടുത്താൽ മതി. അത് ഏജൻസ് ഉപയോഗിക്കാം, NET ഓട്ടോമേഷൻ എന്ത് വേണേ ചെയ്യാൻ പറ്റും ടു ഓട്ടോമേറ്റ് ദിസ്. പക്ഷെ അത് കുറെ ടൂൾസ് ഉണ്ട്. ഇപ്പോ മോൻ എന്തൊക്കെയാണ് ഏതൊക്കെ ടൂൾസ് ആണ് ഡെവലപ്മെന്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? എന്താണ് AI ബന്ധപ്പെട്ട്? ഞാനൊരു ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു ലൈഫിൽ എന്തല്ല ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങില്ല. എൻ്റെ ഒരു ലൈഫിലെ എയിം എന്ന് പറഞ്ഞാൽ ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. അത് എന്താണെങ്കിലും ഇപ്പൊ ഉറങ്ങാതാണെങ്കിൽ ഐ വോണ്ട് ടു ഡു ഇറ്റ്. അത് ഞാൻ അത് ഏത് ടൂൾസ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന റെസ്ക്യൂ Project 47X അതാണെങ്കിലും മിക്ക AI ടൂൾസ് ആണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത്, എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും എല്ലാം ഈസ് എ വേ ടു ഗെറ്റ് പീപ്പിൾ ടു സ്റ്റാർട്ട് യൂസിങ് AI. അപ്പം ഞാൻ AI ടൂൾസ് ഉപയോഗിക്കുമ്പോൾ ഡെവലപ്മെന്റിന് വേണ്ടി ഞാൻ കുറെ ഉപയോഗിക്കാറുണ്ട്. വൈബ് കോഡിങ്ങിന് വേണ്ടി ഇങ്ങനെ bolt.new ജസ്റ്റ് ടൈപ്പ് ചെയ്ത ഫുൾ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കുറെ ടൂൾസ് ഒക്കെ ഉണ്ട്. ഇതുണ്ട്, കേഴ്സർ ഉണ്ട്. പിന്നെ അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ട്രേ AI, ഇതിനു വേണ്ടി തന്നെ റെപ്ലിറ്റ് AI, കുറെ AI ടൂൾസ് ഉണ്ട്. ഇതിനു വേണ്ടി കുറെ കാര്യം ഉപയോഗിക്കാം. ചേട്ടന് കുറച്ചൊക്കെ മനസ്സിലാവുള്ളൂ, ബാക്കി ഇങ്ങനെ എനിക്കെല്ലാം മനസ്സിലായ പോലെ ഞാൻ ഇങ്ങനെ അത് ആ രീതിയിൽ എടുക്കാവുള്ളൂ. പക്ഷെ സംശയം തീരണമല്ലോ, അതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് റൗള് കുഞ്ഞിലേ മുതലേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കും, എന്ത് കണ്ടാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അത് ശരിയായിരുന്നോ? പണ്ട് ആപ്പിൾ ആരുടെ തലയിലാ വീണത്? ഐസക് ന്യൂട്ടൻ. അപ്പൊ എന്തിനാ അത് വീണത്? അത് തന്നെ ഇന്നത്തില്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അപ്പോൾ താഴോട്ട് വീണത് എന്ന് പറഞ്ഞാൽ റൗൾ ഇങ്ങനെ കുഞ്ഞു പ്രായത്തിലെ തൊട്ട് ഞാൻ പപ്പയോട് സംസാരിച്ചപ്പോ പപ്പ പറഞ്ഞാണ്. ഞാൻ ഇങ്ങനെ എല്ലാ കാര്യം ചോദിക്കാം. ഞാൻ ഭയങ്കര സംശയമാണ്. പപ്പ അടുത്ത് എല്ലാം ചോദിച്ചതാക്കും. ലാസ്റ്റ് അപ്പൊ പറഞ്ഞു, ഇന്നാ ഗൂഗിള് നിനക്ക് എന്താ വേണ്ട അതിനകത്ത് നോക്കാൻ. അവിടെ നിന്ന് എങ്ങനെ ഫേക്ക് ആയിട്ട് എന്താ ന്യൂസ്, കറക്റ്റ് ആയിട്ട് എന്താ ന്യൂസ് എന്നും അവിടെ നിന്ന് തപ്പാൻ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഞാൻ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആണല്ലേ. അപ്പൊ പപ്പയുടെ കുറച്ച് ശല്യം മാറി കിട്ടി. യെസ്, അങ്ങനെ കുറച്ച് ഫുട്ബോൾ കളിക്കുക, ഫുട്ബോൾ ഇഷ്ടമായിരുന്നു ഞാൻ ഇങ്ങനെ കേട്ടു. ഫുട്ബോൾ അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പ കൂടെ ഇങ്ങനെ കളിപ്പിക്കായിരുന്നു. പക്ഷെ എൻ്റെ അപ്പൻ്റെയും ഞാൻ ഫുട്ബോളർ ആകണമെന്നായിരുന്നു. അതാണ് എൻ്റെ പേര്, റൗൾ ഗോൺസാലസ് എന്നൊരു ഫുട്ബോളർ. ഞാൻ ഒരേ ദിവസം 3 ഗോൾ അടിച്ചു. അതിന്റെ കാരണമാണ് എൻ്റെ പേര് റൗൾ. മൈ ഗോഡ്. യെസ്. അപ്പൊ ഒരു 4-5 ഗോൾ അടിച്ചിരുന്നെങ്കിലേ പുള്ളി ഗോൺസാലസ് എന്ന് തന്നെ ഇട്ടേ. ഗോൺസാലസ് ഫുൾ പേര് തന്നെ ഇട്ടേ. പിന്നെ ഈ AI പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട്, AI ആ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് റൗൾ മോന് പറയാനുള്ളത്? എന്താണ് പറയാനുള്ള? ഇത്രേ ഉള്ളൂ, എന്തായാലും അറിയണം. അത് എന്ത് ലോയർ ആണെങ്കിലും എന്ത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്തായാലും അറിഞ്ഞിരിക്കണം. ആൻഡ് അത് തുടങ്ങണമെങ്കിൽ വെരി സിമ്പിൾ. അത് ഞാൻ പറഞ്ഞു, ഈ 30 day ചാലഞ്ച് അതുണ്ട്. പോയി പെയ്ഡ് ആയിട്ടുള്ള ഈ കോഴ്സും അന്നത്തെ സ്കാംസിലൊന്നും വീടില്ല. ഡു വാട്ട് യു ലൈക്ക്, ഫോളോ യുവർ പാഷൻ ആൻഡ് ദ മണി വിൽ ഓട്ടോമാറ്റിക്കലി കം. നിങ്ങളുടെ പാഷനകത്ത് AI ഉപയോഗിക്കാനാണ് നോക്കണ്ടേ. AI ഫ്യൂച്ചർ ആയതുകൊണ്ട് അതിനകത്ത് പോലെ ബിക്കോസ് ഒരിക്കലും ആ ഒരു ഇൻട്രസ്റ്റ് നിൽക്കണമെന്നില്ല. എനിക്കിതാ എൻ്റെ ഇൻട്രസ്റ്റ്, എനിക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാവരും അവർക്ക് ചെയ്യാനുള്ള ഇഷ്ടകാര്യം ചെയ്യുക, അതിൻ്റെ കൂടെ AI ഉപയോഗിക്കുക. അതെ, ചില പിള്ളേരൊക്കെ പണ്ട് പറയായിരുന്നു, ഇപ്പൊ കാലത്ത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, മറ്റേ വല്ല ബിസിനസ് ചെയ്യണം, കാശ്. ഇവര് പക്ഷെ കാശിന്റെ കാരണമല്ല, ഇവർക്ക് തന്നെ അത് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവുകൊണ്ട് മാത്രം. കാശിന്റെ പുറകെ കിട്ടിയ ഒന്നും കിട്ടത്തില്ല.
ആണോ? എൻ്റെ ഒരു അന്നത്തെ. പക്ഷേ യു വിൽ നെവർ ബി ഹാപ്പി ഇൻ ലൈഫ്. ഞാൻ ചെയ്യുന്നത് ബിക്കോസ് ഐ ലൈക്ക് ഡൂയിങ് ഇറ്റ്. എൻ്റെ പാഷൻ ഇതാണ്. വിത്ത് ദാറ്റ് അപ്പൊ വെറുതെ ഇങ്ങനെ ഒരു പാഷനായിട്ട് സ്വീകരിക്കുക മാത്രമല്ല, അതിനകത്തൊന്നും സ്വാഭാവികമായിട്ടും പൈസ ഒക്കെ കിട്ടുന്നുണ്ടാവും. പൈസ ഞാൻ എത്ര കിട്ടുന്നു ഞാൻ ചോദിക്കുന്നില്ല, വെറുതെ ബുദ്ധിമുട്ടിക്കാക്കുന്നില്ല. ഓക്കെ. അപ്പോൾ പക്ഷേ ആ പാഷൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അതോടൊപ്പം എന്താ പറയാ, ഈ ലോകത്തെക്കുറിച്ച് ഈ AI ടൂൾ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു റവല്യൂഷൻ കൊണ്ടുവരേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു പദ്ധതി മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് ഒരു കുഞ്ഞു മനസ്സിൽ അത്രയും വലിയ കാര്യം അല്ലേ? അതിശയമാണ്. എനിക്കതാണ്. അല്ല, ശരിക്കും നമ്മൾ ഏത് പ്രൊഫഷൻ ചെയ്താലും അതിനൊരു എത്തിക്സ് വേണ്ടേ? കറക്റ്റ്, വെരി മച്ച് എത്തിക്സ് വേണം. ഒരു സൊസൈറ്റി റെസ്പോൺസിബിൾ വേണം, റൈറ്റ്? വി ഷുഡ് ബി റെസ്പോൺസിബിൾ, ഹെൽപ്പിംഗ് എവരിവൺ എൽസ് ടു. അതും പ്രോഫിറ്റ്, that should be the aim. Definitely. അപ്പൊ കാശൊക്കെ ഒരു സെക്കൻഡറി ആണ് അല്ലേ? For me, yeah, to be honest. For me, yes, I mean എല്ലാവർക്കും വേണം, but I see that way. See, എന്തെന്ന് പറഞ്ഞാൽ എനിക്കറിയാം കാശ് എന്തായാലും വരും. I just have to do what I like. And അതിൻ്റെ കാരണമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. And I just want money to have a good life. I don't want കുറേ നിറച്ച് പൈസ. എനിക്ക് ഇപ്പം ലൈക്ക് പോകുമ്പം ഓക്കെ ഇത് ഇത്ര പൈസ എന്ന് നോക്കണ്ട. യുനോ, ഐ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് മണി. ദാറ്റ്സ് ഓൾ ദ മണി ഐ വാണ്ട്. പ്ലസ് ഐ വാണ്ട്, ബട്ട് മൈ മെയിൻ എയിം ഇസ് മേക്കിംഗ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. ഓക്കെ. അങ്ങനെ രാഹുലിന്റെ സ്കൂളിന്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ABC ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. ഇത് അംഗൻവാടി സൈഡ്. ഇത് അംഗനവാടി സൈഡാണ്. ഓക്കെ. ഈ അംഗനവാടി കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ? വേണം, അതിന് പറഞ്ഞ വേണം. അത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ അധികം സംസാരിച്ചു. നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് എന്താ പറയുക, നമ്മുടെ ക്രിയേറ്റീവ് പവറൊക്കെ കൂട്ടും, നമുക്ക് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ. ആ ടൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളുണ്ട് അല്ലേ? പിന്നെ ചിലരൊക്കെ ഉണ്ട് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പല കാര്യങ്ങളും സംശയമാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കണമല്ലോ, അല്ലേ? ഇങ്ങനെ കുറുക്ക് വഴി ChatGPTയിലോ അല്ലെങ്കിൽ AI-ലൊക്കെ അടിച്ചു കൊടുക്കും. എന്താണ് പണം ഉണ്ടാക്കാനുള്ള മാർഗം എന്നൊക്കെ പറഞ്ഞ ഹൗ വി ക്യാൻ മേക്ക് മണി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുമോ? ഇതൊക്കെ ചിലരൊക്കെ സ്ഥിരമായിട്ട് ഇതിൽ ഇങ്ങനെ ചില ചോദ്യങ്ങൾ AI-യോട് ചോദിക്കുന്നവരെ എനിക്കറിയാം. സത്യം പറഞ്ഞ AI-ക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ അത് പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ്, അവിടെ എങ്ങനെ സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കസ്റ്റമർ സർവീസ് അല്ലെ സെയിൽസ് ഏജൻസ് ഉണ്ട്, കുറെ സ്ഥലം അങ്ങനെ ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ ഒരു ഫൗണ്ടർ ആവുമ്പം കമ്പയർഡ് ടു എ കമ്പനി AI ഉപയോഗിക്കാത്ത യു വിൽ ബി 3-5 steps ahead. ബിക്കോസ് ഇവര് 2-3 ആഴ്ച എടുക്കുന്ന സെയിം കാര്യം ഇവിടെ 2-3 മണിക്കൂറിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കാരണം കൂടുതൽ പൈസ ഉണ്ടാക്കാം. So if you have a great idea, if you have a good that, use AI. AI should be the path. AI should not be the end point. AI-ക്ക് വേണ്ടിയത് ചെയ്യില്ല. AI അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ പൈസ ഒന്നും അങ്ങനൊന്നും ഉണ്ടാക്കി തരത്തില്ല. അതിനുള്ള മാർഗമൊന്നുമില്ല അല്ലേ? അപ്പൊ റോൾമനെ, ഈ AI-യുടെ സാങ്കേതിക വിദ്യയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ? ഇതിന്റെ അകത്തുള്ള ഒരു ചലഞ്ച് എന്താണ്? ഇപ്പം AI വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടൂൾസ് കണ്ടുപിടിക്കുന്ന രാഹുൽ മോനെ പോലുള്ളവർക്ക് നേരിടുന്ന ഒരു ചലഞ്ച് എന്താണ്? ചലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ചെയ്യുമ്പോൾ കുറെ ചലഞ്ചസ് അങ്ങനെ കാണും. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ സമയം, ഐ തിങ്ക് ഐ വുഡ് നീഡ് മോർ ദാൻ 24 hours ഒരു ദിവസം കുറെ കാര്യം പണി ചെയ്യാൻ. ബട്ട് ഞാനിപ്പോ എന്താ AI ഓട്ടോമേഷൻ മുതൽ AI ഉണ്ടാക്കുന്ന കോഡിന്ന് ഇതിന്ന് അതിന്ന് വീഡിയോസ് ഉണ്ടാക്കണം, ഇൻസ്റ്റാ യൂട്യൂബ് ബിസിനസ്, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ ഇപ്പൊ ഒരാൾ AI-നകത്ത് വരുമ്പം വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്, ഇഫ് ദേ ലൈക്ക് ഡൂയിങ് ഇറ്റ്, ദെൻ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എന്താണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. യെസ്, ഓൾ ദേ നീഡ് ഇസ് ദ പാഷൻ. ആൻഡ് AI-യുടെ ഒരു ഏറ്റവും വലിയ കുഴപ്പത്തിന് ക്ലൈമറ്റ് ചേഞ്ചും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് AI പഠിക്കണം എന്നൊരാൾക്ക് ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത് ഇവിടെ. ആൻഡ് ദാറ്റ് AI ഗെറ്റ്സ് അപ്ഡേറ്റഡ് ക്വിക്ക്ലി. AI അപ്ഡേറ്റ് ആണ് വെരി 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 ഫാസ്റ്റ് ആയിട്ടാണ്. അത് ശരിയാണ്. നമ്മൾ ഒരു ടൂൾ ഉപയോഗിച്ചൊന്ന് പഠിച്ചു വരുമ്പോഴേക്കും അടുത്ത കാര്യം പിന്നെ അത് പഠിക്കാൻ പോയി. ഇത് പഴയതായി അല്ലേ? അപ്ഡേഷൻ പെട്ടെന്ന്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണം നമ്മള്. യെസ്, അത് തന്നെ.
ഓക്കെ എന്തായാലും രാജ്യത്ത് മുഴുവൻ അല്ലേ നമ്മുടെ ഇന്ത്യ സാങ്കേതിക വിദ്യയിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എയുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് വരണം. അതല്ലേ രാഹുലിന്റെ ആഗ്രഹം? യെസ്, ഐ മീൻ India should not join the race, but India should create its own AI race. അതാണ്. Yes, correct. ഇങ്ങനെ കൂടെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? അതന്നെ നമ്മൾ തന്നെ സ്വന്തം പാത കണ്ടുപിടിച്ച് തനിച്ച് ഓടിപ്പിടിക്കണം. കറക്റ്റ്, ഡെഫിനറ്റ്ലി. അതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടുള്ള രാഹുലിന്റെ ഒരു ഉപദേശം അല്ലേ? ഒരു കാര്യം ചെയ്യ്, എനിക്ക് വേണ്ടിട്ടൊരു ഉപദേശം താ. ഞാൻ ഉപദേശം തരാനാ? ഐ മീൻ AI ഉപയോഗിക്കാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ChatGPT ഒക്കെ ഉപയോഗിക്കാറുണ്ട് മെയിലയക്കാൻ വേണ്ടി. ഐ മീൻ ChatGPT-ക്കാളും ഇപ്പൊ എഴുതുന്നേരത്ത് ക്ലോഡ് ഞാൻ പറഞ്ഞില്ല ആ AI ടൂൾ ഉപയോഗിക്കാം. അതല്ലാതെ കുറെ AI ടൂൾസ് ഉണ്ട്. ബട്ട് പേഴ്സണലി ജസ്റ്റ് കീപ് അപ് ടു ഡേറ്റ്, ബിക്കോസ് ഒരു AI റിപ്പോർട്ടർ വന്ന് റീപ്ലേസ് ചെയ്യാൻ പാടില്ലല്ലോ, റൈറ്റ്? ബിക്കോസ് ഇപ്പം AI-ക്ക് തന്നെ എന്നെ ക്ലോൺ ചെയ്തിട്ട് എനിക്ക് വേണേ വീഡിയോസ് ഉണ്ടാക്കാം, എന്റെ ശബ്ദം എന്റെ വഴി. സോ അത് ചെയ്യാൻ പാടില്ലല്ലോ. സോ യു ഷുഡ് ബി അപ് ടു ഡേറ്റ് വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് ഹൗ സമൺ ഷുഡ് നോട്ട് റീപ്ലേസ് യു. ഇത് ഞങ്ങൾ ഈ വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റുകളൊക്കെ പേടിച്ചിരിക്കുകയാണ്. കാരണം ആങ്കേഴ്സ് എന്താ പറയുക, റിയൽ ഹ്യൂമന് പകരം AI ക്രിയേറ്റഡ് ആങ്കേഴ്സ് വന്ന് വാർത്ത വായിക്കുന്നു, അവർ റിപ്പോർട്ട് ചെയ്യുന്നു, അവർ മറ്റു കാര്യം നേരത്തെ പറഞ്ഞില്ലേ ജേർണലിസ്റ്റുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പം എൻ്റെ ഒരു പേടി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരുടെ പണി പോകുമെന്നുള്ളതാണ്. ഒരുപാട് പേരുടെ പണി കളഞ്ഞിട്ടുണ്ട്. കുറെ പേര് ഇനിയും പോകുന്നുണ്ട്, കുറെ പേരുടെ പണി പോകും. അവരെന്താ ചെയ്യേണ്ടത് ഇനിയും? ഐ മീൻ AI will not take your job, but someone using AI will take your job for the next 10 years. ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ തന്നെ ആദ്യത്തെ കുറെ വർഷം കുറെ ജോലികൾ പോയി, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ജോലികൾ കിട്ടി, റൈറ്റ്? അപ്പൊ നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറ്റുന്നത്ര AI ഉപയോഗിക്കുക, ബിക്കോസ് എന്തായാലും കുറെ ജോലികൾ പോകും. പക്ഷെ കുറച്ച് നാൾ കഴിയും ജോലികൾ പോയവര് AI പഠിക്കാൻ ഒരു പക്ഷെ അവർക്ക് പറ്റിയില്ലെന്ന് വരും. അപ്പൊ അവര് വേറെ പണിക്ക് പോകേണ്ടി വരില്ലേ? സൈബർ സെക്യൂരിറ്റി അങ്ങനെ കുറെ പേര് പണിയുണ്ട്. പക്ഷെ എന്ത് ചെയ്യുവാണെങ്കിലും AI കൂടെ എന്തായാലും പഠിച്ചിരിക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനിയും AI-യുടെ ഭാവി, അതുപോലെ തന്നെ റൗൾ ജോൺ അജു. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഇനി മുന്നിൽ കാണുന്ന സ്വപ്നങ്ങൾ. എന്തായാലും വളരെ നന്ദിയുണ്ട് റൗൾ ജോൺ അജു നമ്മോടൊപ്പം ചേർന്നതിന്, മൈഫിൻ ടിവിയോടൊപ്പം ചേർന്നതിന്. മൈഫിൻ മെഗാ ടോക്കിന്റെ ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്, മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ചേട്ടാ. ഓക്കെ, അപ്പോ എല്ലാ ആശംസകളും നേരുന്നു. AI-യിൽ ആരാവണം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? എന്തായിരുന്നു പറഞ്ഞ? അയ്യോ, പുലിക്കുട്ടി. അതല്ലേ പുലിക്കുട്ടി. റൗൾ ജോൺ. Mifin Mega Talk with Fiji Thomas.